കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് നമ്മളെ മാനിക്കട്ടെ, ആദരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ വിനയപ്പെട്ടുകൊണ്ട് ഈ പകൽക്കാലം ജീവിപ്പാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 56-ാമത്തെ വാക്യം. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും അതിൻ്റെ 50-ാമത്തെ വാക്യത്തിലും ഇതേ ഭാഗം തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിനെ വിട്ട് ഓടിപ്പോകുന്ന ശിഷ്യന്മാർ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയുടെ പരപ്പിൽ 33.5 തിരുവയസ്സ് വരെ പാർത്തു. സ്വർഗീയനായവൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്നു. കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം പാപത്തിൽ വീണുപോയ ജനതയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക. അങ്ങനെ കർത്താവ് പിതാവിൻ്റെ ഇഷ്ടനിവൃത്തിയോടടുക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഗത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയ കർത്താവിനെ ഒരു കുറ്റവാളിയെപ്പോലെ പിടിക്കുവാൻ പുരോഹിതന്മാരും സേവകരും കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന യൂദ അവരിൽ നിന്ന് പണം മേടിച്ച് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ കടന്നു വരിക. അവർ കടന്നു വന്ന് കർത്താവിനെ പിടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ കൂടെ നിൽക്കേണ്ടവർ, ചേർന്ന് നിൽക്കേണ്ടവർ ആ സംഭവങ്ങളെല്ലാം കണ്ട് അവരോടിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ മരിക്കേണ്ടി വന്നാലും നിന്നെ വിട്ടു പോകുകയില്ല, ഇടർച്ച വരികയില്ല എന്ന് വീമ്പിളക്കിയ പത്രോസ് ഉൾപ്പെടെ ഓടിപ്പോയി എന്ന് കാണുവാൻ കഴിയുന്നു. അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 51-52 വാക്യത്തിൽ ഒരു ബാല്യക്കാരൻ ഒരു പുതപ്പ് മാത്രം പുതച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. അവൻ ഈ സംഭവങ്ങളൊക്കെ കണ്ട് പുതപ്പ് ഇട്ട് കളഞ്ഞ് നഗ്നനായി അവനോടിപ്പോയി. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആ പ്രത്യേക സാഹചര്യത്തിൻ്റെ നടുവിൽ നിന്ന് ശിഷ്യന്മാർ ഓടിപ്പോകുമെന്നുള്ളത് ഒരു പ്രവചന നിവൃത്തിയാണ്. മർക്കോസ് 14:27 യേശു അവരോട്, നിങ്ങളെല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് വെളിപ്പെടുത്തി. അപ്പോൾ ഇത് സംഭവിക്കുന്നതിന് മുമ്പേ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇടയനെ പിടിക്കപ്പെടും, ആടുകൾ ഓടിപ്പോകും. അതേപടി സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കൂടെ നിൽക്കേണ്ടവരാണ്. എന്തു വന്നാലും ഏത് വന്നാലും 3.5 വർഷക്കാലം കൂടെ നടന്ന് കർത്താവിൽ നിന്ന് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ട് കർത്താവിനോട് കൂടെ നടന്നവർ, ഇരുന്നവർ, അവർ കർത്താവിന് വിട്ടോടിപ്പോയി. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഭവനം വിട്ട് അമ്മയുടെ സഹോദരൻ്റെ ഭവനത്തിലേക്ക് ഓടിപ്പോയി. സങ്കേത നഗരങ്ങളിലേക്ക് ഓടിപ്പോകുന്നവരെക്കുറിച്ചും പഴയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരാൾ ഓടിപ്പോകണമെങ്കിൽ അവനിൽ തെറ്റ് സംഭവിക്കണം, അല്ല വീഴ്ച, എന്തെങ്കിലും കളവ് സംഭവിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? അവർക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. ഭവനത്തിൽ നിന്നോടും ദേശത്തിൽ നിന്നോടും അവൻ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലകളിൽ നിന്ന് ഓടിപ്പോകും, സഭയിൽ നിന്ന് ഓടിയാകലും. കാരണം തെറ്റ് സംഭവിച്ചിരിക്കും. അങ്ങനെ തെറ്റ് സംഭവിച്ചവർ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ ഓടിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ചില മേഖലകളിൽ കൂടെ നിൽക്കേണ്ടവർ, ബലപ്പെടുത്തേണ്ടവർ, എന്തു വന്നാലും ഞാനുണ്ട് എന്ന് പറയുന്നവർ, ചില പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവർ വിട്ട് ഓടിപ്പോകും, മാറിപ്പോകും.
എന്നാൽ എന്നെപ്പോഴും എല്ലാ നാളും ഓടിപ്പോകാതെ നമ്മുടെ കൂടെ നിൽക്കുന്നവൻ ഒരുവനേ ഉള്ളൂ, അത് കർത്താവ് അറിയിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഇവിടെ ശിഷ്യന്മാർ കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ടവരാണ്. അവനോട് കൂടി മരിക്കേണ്ടി വന്നാൽ എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ അവരെല്ലാം ഓടി. ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവം ഇതിലാണോ? കർത്താവിന് വേണ്ടി വില കൊടുക്കുന്ന ഒരു ദൈവ പൈതലാണോ? നിന്നോട് കൂടെ നിൽക്കുന്ന പലരും ഓടിപ്പോയാലും നീ കർത്താവിന് വേണ്ടി ഉറപ്പോടെ നിന്നാൽ കർത്താവ് നിന്നോട് കൂടെ നിൽക്കും. നിന്റെ സഭയിൽ നീ ഒറ്റപ്പെടുന്നു, നിന്റെ ഭവനത്തിൽ നീ ഒറ്റപ്പെടുന്നു, നിന്റെ പ്രവർത്തന മേഖലകളിൽ നീ ഒറ്റപ്പെടുന്ന ഒരു അനുഭവമാണ്. ഭാരപ്പെടരുത്. നിന്നോട് കൂടെ സകലത്തിൻ്റെ ഉടയവനായ കർത്താവുണ്ട്. ആ കർത്താവ് നിന്നെ ഇട്ടിട്ട് ഓടിപ്പോകുന്നവനല്ല. കർത്താവിൻ്റെ പ്രിയ ശിഷ്യരെ കർത്താവിനെ വിട്ടോടിപ്പോയപ്പോൾ കർത്താവ് പരാതിയൊന്നും പറഞ്ഞില്ല. കാരണം അവരങ്ങനെ ചെയ്യും. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവഴുത്ത് ശ്രവിക്കുമ്പോൾ, ഈ ചിന്ത ശ്രവിക്കുമ്പോൾ, കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ അടുത്ത് വന്ന് ആ കർത്താവിൽ നിന്ന് അകന്നു പോകാതെ നിൽക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. കർത്താവിന് വിട്ട് ഓടിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവത്തിൽ ജീവിപ്പാൻ അപ്പോൾ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.